ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക പ്രതിരോധത്തിലേക്ക്. അമേരിക്ക വലിയ സമ്മർദ്ദത്തിൽ ആകുന്നു. അമേരിക്ക റഷ്യയെ നേരിടാൻ ഉക്രൈന് നൽകിയത് ധാരാളം ആയുധങ്ങളാണ്. റഷ്യ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈനിൽ. ഉക്രൈൻ യുദ്ധം 4 വർഷത്തോളം പിന്നിടുമ്പോഴും റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ട് ഉക്രൈന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഉക്രൈന് നൽകിയതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഉപയോഗിച്ചു. പക്ഷേ ഇറാന് ഒരു കുലുക്കവും ഇല്ല. ഇറാന് ഒരു കുലുക്കവും ഇല്ല എന്നുള്ളതിനേക്കാൾ അപ്പുറം ശക്തമായ ആക്രമണമാണ് അവർ നടത്തുന്നത്. പ്രത്യാക്രമണമാണ് അവർ നടത്തുന്നത്. അമേരിക്കയും ഇസ്രായേലും നൽകുന്ന ഓരോ അടിക്കും തിരിച്ചടി. അതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ രീതി. ഇറാൻ്റെ ഈ ശക്തി കണ്ട് ലോകം അന്ധാളിച്ച് നിൽക്കുന്നു. 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുകയാണ്. പുതിയ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, കരയുദ്ധത്തിന് ഇറങ്ങാൻ അമേരിക്കയെ ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. അമേരിക്ക ഇറാനിലെ സുപ്രധാനമായ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടി കരയുദ്ധത്തിന് ഇറങ്ങും എന്നാണ് സൂചന. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ 2 ലക്ഷത്തോളം മനുഷ്യ കവചങ്ങൾ അമേരിക്കയെ കാത്തിരിപ്പുണ്ടാവും. അവരിൽ ചാവേറുകൾ ഉണ്ടാകും, മനുഷ്യ കവചങ്ങൾ ഉണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്ത് വേണം അമേരിക്കയ്ക്ക് കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ. മാത്രമല്ല, ആയുധശേഖരങ്ങൾ കാലിയായത് അമേരിക്കയെ അലട്ടുന്നുണ്ട്. വാഷിങ്ടൺ പോസ്റ്റ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന് എതിരായ യുദ്ധത്തിൽ അമേരിക്കയുടെ ആയുധപ്പുരകൾ കാലിയായി എന്ന്. ഇനിയിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 2 മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഏറ്റവും വിനാശകരമായ അണുവായുധം പ്രയോഗിക്കുക. ലോക നിയമമനുസരിച്ച് അതിപ്പോൾ സാധ്യമല്ല. പണ്ട് ജപ്പാനിൽ പ്രയോഗിച്ചതുപോലെ ഇറാനിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സ്ഥിതി തന്നെ മാറും. ഉത്തര കൊറിയ കയ്യും കെട്ടി നോക്കി നിൽക്കത്തുമില്ല. മാത്രമല്ല, ഏറ്റവും കൂടുതൽ അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത് ഇറാന് റഷ്യ നൽകുന്ന സൈനിക സഹായമാണ്. ഇറാനെതിരായ ആക്രമണം നിർത്തണമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഇറാനെതിരായ ആക്രമണം നിർത്തിയില്ലെങ്കിൽ തങ്ങൾക്ക് ഇടപെടേണ്ട ഘട്ടം വരും എന്നാണ് അവരുടെ ഉത്തരവ്. അവർ നൽകിയ സന്ദേശം. ഉത്തരവെന്ന് പറയാൻ പറ്റില്ല, സന്ദേശം. ഇറാനെതിരായ ആക്രമണം നിർത്തിയില്ലെങ്കിൽ തങ്ങളുടെ സൈന്യം ഇടപെടും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അമേരിക്കയുടെ ആയുധപ്പുരകൾ കാലിയായിരിക്കുന്നു. റഷ്യയെ തകർക്കാൻ അമേരിക്ക ഉക്രൈന് വ്യാപകമായ ആയുധങ്ങൾ നൽകി. വ്യാപകമായ തോതിലുള്ള ആയുധങ്ങളാണ് റഷ്യയെ തകർക്കാൻ ഉക്രൈന് നൽകിയത്. അതൊക്കെ വെറുതെയായി മാറി. റഷ്യയ്ക്ക് ഒരു കുലുക്കവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഉക്രൈനിലെ ഓരോ പ്രവിശ്യകളും പിടിച്ചെടുത്തുകൊണ്ട് റഷ്യ മുന്നേറുകയും ചെയ്യുന്നു. ഇതുവരേക്കും ഉക്രൈനെതിരായ യുദ്ധത്തിൽ ആണവായുധം റഷ്യ പ്രയോഗിച്ചിട്ടില്ല. ഡ്രോണുകളും അത്യന്തം മാരകമായ മിസൈലുകളും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ മാന്യത റഷ്യ കാത്ത് സൂക്ഷിക്കുന്നു. ഇവിടെയാണ് അമേരിക്ക ലോകത്തിന് മുമ്പിൽ അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. ഇറാനെതിരായ യുദ്ധത്തിൽ ഇറാൻ്റെ സാധാരണ പൗരന്മാരെയാണ് അമേരിക്ക കൊന്നൊടുക്കിയതിൽ ഭൂരിഭാഗവും.
ഇറാനാകട്ടെ അവരുടെ സൈനിക ശേഷിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും റഷ്യയുടെ മുന്നറിയിപ്പ് അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന മുന്നറിയിപ്പാണോ എന്ന് ഇനി വേണം നമുക്ക് കണ്ടറിയാൻ.